ഹലോ എവരിവൺ. സ്കോളഡ് എന്നാണ് എൻ്റെ പേര്. നബീൽ എന്നാണ്. സ്കോളഡിന്റെ ഫൗണ്ടർ ആണ്. സോ നമ്മുടെ അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാവും. കാരണം എങ്ങനെയാണ് എക്സാംസ് വരിക, യൂണിവേഴ്സിറ്റി എന്താണ് എന്ന് ജസ്റ്റ് സെയിൽസ് ടീം പറഞ്ഞാൽ മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. സോ അതിന്റെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു പാർട്ട് വീഡിയോ ആണ് ഇത്. ഇതെല്ലാവരും നിർബന്ധമായിട്ട് ഫുൾ കാണുക. കാരണം നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അസൈൻമെന്റ്സിന്റെ കാര്യം പറയുന്നുണ്ട്, എക്സാംസിന്റെ കാര്യം പറയുന്നുണ്ട്, ലേണിംഗ് സെന്റേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്, സ്കോളറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം ഞാനിതിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നായിരിക്കും. സോ അപ്പൊ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കടക്കുക. അതിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെടുത്ത യൂണിവേഴ്സിറ്റി നമുക്ക് അടിപൊളിയായിട്ടുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ തരാൻ പാടുള്ളൂ. അടിപൊളിയായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തിട്ട് യാതൊരു കാര്യമില്ല. സോ അപ്പൊ ഫസ്റ്റ് അതിന്റെ പാർട്ടാണ് യൂണിവേഴ്സിറ്റി എന്താണെന്ന് അറിയാന്നുള്ളത്. സോ നമ്മൾ സെലക്ട് ചെയ്ത യൂണിവേഴ്സിറ്റി എന്നുള്ളത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. കേരള ഗവൺമെന്റ് ഡയറക്റ്റ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി. അതായത് കേരളത്തിൽ മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികൾ ഡിസ്റ്റൻസ് ഡിഗ്രി കൊടുത്തിരുന്നു. സോ അതിന് പകരമായിട്ട് കേരള ഗവൺമെന്റ് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഇതിനൊക്കെ കൊണ്ടുവന്നു. അതായത് കേരളത്തിലെ കുട്ടികൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി കൊടുക്കാനുള്ള ലൈസൻസ് UGC റദ്ദാക്കി. മനസ്സിലായി? അപ്പൊ അതാണ് ഫസ്റ്റ് മാറ്റർ. ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത്, കേരള ഗവൺമെന്റ് ഒരിക്കലും കേരളത്തിലെ സ്റ്റുഡന്റിന് എന്ത് ചെയ്യൂല, പറ്റിക്കൂല. അപ്പൊ നല്ല സർട്ടിഫിക്കറ്റ് മാത്രമേ നമുക്ക് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ കിട്ടുള്ളൂ. രണ്ടാമത്തെ സാധനം UGC അപ്രൂവ്ഡ് ആണ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും അതെല്ലാ കോഴ്സുകളും UGC അപ്രൂവ്ഡ് ആണ്. UGC അപ്രൂവ് അല്ലാത്ത കോഴ്സുകൾ ഈ യൂണിവേഴ്സിറ്റി കൊടുക്കാൻ പറ്റൂല. പിന്നെ നിങ്ങൾ UPSC, PSC എന്ത് എക്സാംസ് എഴുതാൻ പോവുകയാണെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കും. കാരണം ഗവൺമെന്റ് തരുന്ന സർട്ടിഫിക്കറ്റ് ആണ്. മറ്റൊന്ന് നമുക്ക് UGC തരുന്ന സർട്ടിഫിക്കറ്റ് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിലുള്ള എന്ത് എക്സാമിന് പോവുകയാണെങ്കിലും UGC എന്ന സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ നിശ്ചയിക്കേണ്ട UGC ആണ്. കാരണം UGC എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഇൻ ഇന്ത്യ. അപ്പം ഈ ബോർഡ് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിന് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ, ഇന്ത്യയിൽ ആ യൂണിവേഴ്സിറ്റിക്ക് ഡിഗ്രി കൊടുക്കാനുള്ള അംഗീകാരമുണ്ട്, അപ്രൂവൽ ഉണ്ട്. സോ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ട് ഒരു കാര്യം പേടിക്കേണ്ട. ഇന്ത്യയിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി. പിന്നെ നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് തരുന്നത്. അതെങ്ങനെയാണ്, അതിന്റെ ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പം എന്തിനാണ് നിങ്ങൾ സ്കോളഡ് ചൂസ് ചെയ്യുന്നത്? അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാം, പിന്നെ സ്കോളഡിൽ വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം. അപ്പം സ്കോളഡ് ചൂസ് ചെയ്യേണ്ടത് എന്തിനാന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഒന്ന്, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അഡ്മിഷൻ പ്രൊസീജിയേഴ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, സെന്റേഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യണം, എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഈ കാര്യങ്ങളിൽ അഡ്മിഷനിൽ നിങ്ങൾക്ക് യാതൊരു കാര്യം ചിന്തിക്കേണ്ട. നമ്മൾ പറയുന്ന ഡോക്യുമെന്റ്സ് തന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഇവിടെ ടീം നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. കാരണം ABC ഉണ്ടാക്കണം, DBID ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കുറെ സാധനങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. സോ അതൊക്കെ നിങ്ങളോട് നമ്മൾ ചോദിക്കുന്ന ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും. രണ്ടാമത്തെ സാധനം നമുക്ക് വരുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 മോഡുകൾ ഡിഗ്രിക്ക് ഉണ്ട്. ഒന്ന് ഡിസ്റ്റൻസ്, ഒന്ന് റെഗുലർ, ഒന്ന് ഓൺലൈൻ. ഇപ്പോ റെഗുലർ ഡിഗ്രി എന്ന് നമുക്ക് അറിയാലോ, സാധാരണ സ്കൂളിൽ പോയി അറ്റൻഡൻസ് ഒക്കെ കിട്ടി എക്സാം എഴുതി പാസ്സാവാം. ഓൺലൈൻ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറിന് വേറൊരു മോഡലാണ്. അതായത് നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടും, അതിനനുസരിച്ച് അറ്റൻഡൻസ് നിർബന്ധമാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അറ്റൻഡൻസ് നമുക്ക് ഇടാൻ പറ്റൂല. അറ്റൻഡൻസ് ഇടാൻ പറ്റാത്ത ആളുകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഓൺലൈൻ ഡിഗ്രി അത്രയ്ക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കൂല. സോ അങ്ങനെയുള്ള ആളുകൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്റ്റൻസ് ഡിഗ്രി എന്നുള്ളത്. ഡിസ്റ്റൻസ് ഡിഗ്രി ആകുമ്പോൾ നമുക്ക് സെൽഫ് സ്റ്റഡി ആണ്. അതായത് ഒറ്റയ്ക്ക് പഠിക്കാം. നമുക്ക് അറ്റൻഡൻസ് നിർബന്ധമില്ല, വേറൊന്നും നിർബന്ധമില്ല. അപ്പോ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് യൂണിവേഴ്സിറ്റി തരിക ഇംഗ്ലീഷിലായിരിക്കും ബുക്ക് തരിക. ആ ബുക്ക് നോക്കി മനസ്സിലാക്കി ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുക്കുന്ന കുട്ടികൾ ഏകദേശം 60% കുട്ടികൾ, അതായത് 100 കുട്ടികൾ അഡ്മിഷൻ എടുത്താൽ 60 കുട്ടികളും ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകാറുണ്ട്. അതിന്റെ മെയിൻ റീസൺ, ഫസ്റ്റ് സെമസ്റ്ററിൽ ജോയിൻ ചെയ്യും, എക്സാമിന്റെ സമയമാകുമ്പോൾ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എക്സാം ചെയ്താൽ തീരുണ്ടാവില്ല. അപ്പം ബേസിക്കലി നിങ്ങൾ ഒരു 200 പേജുള്ള ബുക്ക് എടുത്ത് നോക്കുകയാണ്, നിങ്ങൾ അതിലൊന്നും പഠിച്ചില്ല, എക്സാമിൽ ചോദ്യം വന്ന് എങ്ങനെ അറ്റൻഡ് ചെയ്യാം, നമുക്ക് പേടി ഉണ്ടാവും അല്ലേ? സോ അതുകൊണ്ട് പഠിക്കാത്ത ആൾക്കാർ എക്സാം അറ്റൻഡ് ചെയ്യാത്ത ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഡ്രോപ്പ് ഔട്ട്സ് വരാറുണ്ട്. അപ്പം സെൽഫ് സ്റ്റഡിയാണ് യൂണിവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി അല്ല, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പോലും യൂണിവേഴ്സിറ്റി നമുക്കൊരു ക്ലാസ് തരുന്നുണ്ട്. അത് ഞായറാഴ്ച ദിവസങ്ങളായിരിക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് സെന്റേഴ്സിൽ പോയി ക്ലാസ് കേൾക്കാം. അതിന് കൗൺസിലിംഗ് എന്ന് പറയാം, ക്ലാസ് എന്നല്ല പറയാം. കുറച്ചും കൂടെ സ്പീഡ് ആയിരിക്കും.
അപ്പം സ്കോളഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും നമ്മുടെ ആപ്പ് വഴി. ഇതിൽ സ്കോളഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ചിലപ്പോൾ നമ്മുടെ കാട്ടി പ്രൈസ് കുറച്ച് തരാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവിടെയൊക്കെ പഠിപ്പിക്കുക PG കഴിഞ്ഞ കുട്ടികളാണ്. PG അതായത് നിങ്ങൾ ജസ്റ്റ് അവരെ ടീച്ചേഴ്സിന് പറയുമ്പോൾ ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുക. ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കാര്യം മനസ്സിലാവും. PG കഴിഞ്ഞ കുട്ടികളായിരിക്കും. ജസ്റ്റ് ഇപ്പം BCom ആണെങ്കിൽ എടുക്കുന്ന ആളാണെങ്കിൽ MCom കഴിഞ്ഞ ആളായിരിക്കും. പക്ഷെ നേരെ മറിച്ച് സ്കോളഡിലേക്ക് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് ആയിരിക്കും, അതല്ലെങ്കിൽ PhD ഹോൾഡേഴ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ JRF ഹോൾഡേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നെറ്റ് ഹോൾഡേഴ്സ് ആയിരിക്കും. മിനിമം നെറ്റ് എക്സാമിനെങ്കിലും പാസ്സാണ്. അത് നമ്മുടെ ബേസിക് ക്രൈറ്റീരിയ ആണ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ ക്ലാസ് എടുക്കുന്ന സമയത്ത് 200 പേജുള്ള ബുക്ക് ഫുൾ ഇരുന്ന് ഓരോ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ സമയം ഉണ്ടാവും. ഓരോ യൂണിറ്റ് 2 മണിക്കൂറൊക്കെ ഒരിക്കലും സമയം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം പഠിക്കാന്നുള്ളതല്ല, ആവശ്യമുള്ള പഠിക്കുക, ആ പഠിച്ച സാധനം രണ്ടാമത് കേൾക്കാനാവരുത്. മനസ്സിലായി? ആ ഒരു രീതിക്കുള്ള ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടാണ് സ്കോളഡ് ഇവിടുത്തെ കുട്ടികൾ കൊടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നമ്മൾ ഹയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടീച്ചേഴ്സിന്റെ ഫോട്ടോനൊപ്പം തന്നെ നമുക്ക് എന്തുണ്ടാവും, ടീച്ചേഴ്സിന് ക്വാളിഫിക്കേഷൻ കൊടുക്കും. കാരണം നമുക്ക് പറയുന്ന അഭിമാനമാണ്. ബാക്കിയുള്ളവരെ ചെയ്യൂല, കാരണം അവർക്ക് പറയുമ്പോൾ പേടിയാണ്, ടീച്ചേഴ്സിന് നല്ല ക്വാളിഫിക്കേഷൻ ഇല്ല. മൂന്നാമത്തെ സാധനം, നമുക്ക് വേറൊരു പ്രശ്നമാണ് ഇതിൽ കാണുന്ന, നമ്മൾ ഇതിൽ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം പല കുട്ടികളും ക്ലാസ് കൊടുക്കും, പക്ഷെ ഇവര് ക്ലാസ് കാണൂല. ഇവര് വർക്ക് ചെയ്യും, നാളെ കാണാം, റെക്കോർഡ് ക്ലാസ് അല്ലേ, മറ്റൊന്നും കാണാം എന്നുള്ള ഇങ്ങനെ ചിന്തയുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡെഡിക്കേറ്റഡ് മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. അതായത് നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ വീക്കിൽ ഒരു വട്ടെങ്കിലും നിങ്ങൾ വിളിച്ചിട്ട് നമ്മൾ മെന്റർ ഫോളോ അപ്പ് ചെയ്യും. എന്നിട്ട് ക്ലാസ് കാണുന്നതുകൊണ്ടോ എന്താണ് അവസ്ഥ, അപ്പം 1 to 1 പോലെ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും. പിന്നെ അതിൽ നമ്മുടെ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആരെ ക്ലാസ് കാണുന്നുണ്ട് കാണുന്നില്ല എന്നുള്ള. അതിൽ തീരെ ക്ലാസ് കാണാത്തവരെ ജസ്റ്റ് ഒന്ന് വിളിച്ച് ഫോളോ അപ്പ് ചെയ്യും. ഈ ക്ലാസ് കാണാന്ന് വെച്ച് കഴിഞ്ഞാല് ഫുൾ ഇരുന്ന് കാണുക, ഫുൾ ടൈം കാണാന്നല്ല പറയുന്നത്. ഡെയിലി ഒരു 15 or 20 മിനിറ്റ് കാണും. ഇപ്പൊ നിങ്ങൾ ഇന്ന് കണ്ടില്ല, കുഴപ്പമില്ല, നാളെ കണ്ടാൽ മതി. മനസ്സിലായോ? അപ്പൊ മെയിൻ സാധനം റെക്കോർഡ് ക്ലാസ് വരും, അതും യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സ് പോലുള്ള ടീച്ചേഴ്സിനെ വെച്ചിട്ട് അത് കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ മോണിറ്ററിങ് ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞു ഓൺലൈൻ ഡിഗ്രിക്ക് ആവുന്ന നിങ്ങൾക്ക് ക്ലാസ് വരും, അറ്റൻഡൻസ് നിർബന്ധമാണ്. പക്ഷെ ഡിസ്റ്റൻസിലേക്ക് വരുമ്പോൾ ക്ലാസ് അങ്ങനെ കിട്ടൂല. പക്ഷെ ക്ലാസ് നമ്മൾ തരും. മനസ്സിലായോ? എന്നിട്ട് ഓൺലൈനിൽ കിട്ടുന്ന പോലെ സപ്പോർട്ടും കൂടെ തരും. പക്ഷെ നിങ്ങൾ ഓൺലൈൻ ഡിഗ്രി അല്ല, അറ്റൻഡൻസ് നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ കാരണം ക്ലാസ് കേൾക്കാൻ പറ്റില്ല. എക്സാമിന്റെ 2 ആഴ്ച മുമ്പാണ് നമ്മുടെ ക്ലാസ് എടുത്ത് കേൾക്കുന്ന റെക്കോർഡ് ക്ലാസ്. എന്നാലും നിങ്ങൾക്ക് എക്സാം പാസ്സാൻ പറ്റും, കാരണം അറ്റൻഡൻസ് നിർബന്ധമില്ല. മനസ്സിലായോ? ഇതാണ് മെയിൻ ഉപകാരം. പിന്നെയുള്ള കാര്യം അസൈൻമെന്റ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസൈൻമെന്റ് തരും. അസൈൻമെന്റ് നമ്മൾ എങ്ങനെ എഴുതുക? കാരണം അസൈൻമെന്റ് കുറെ ക്വസ്റ്റ്യൻസ് അതിന് ഡീപ്പായി പഠിച്ച് അത് ആൻസർ ചെയ്താണ്. ഇപ്പൊ ചിലപ്പം വർക്ക് ചെയ്യുന്ന ആൾക്ക് പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മൾ അസൈൻമെന്റ് PDF ആയിട്ട് തയ്യാറാക്കും, എന്നിട്ട് അതിൽ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള ഒരു ക്ലാസ് എടുക്കും. കാരണം അത് കേട്ട് നിങ്ങൾക്ക് മനസ്സിലായിലേക്ക് എന്തൊക്കെ ഉണ്ടെന്നില്ല. സോ അത് കേട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ രീതിയിൽ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ അതിന്റെ സോഴ്സ് പോലെ നമ്മൾ ആ ഒരു സാധനം കറക്റ്റ് അസൈൻമെന്റ് പോലെ PDF തന്നെ തരും. ബട്ട് അത് എന്താണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾ സ്വന്തമായിട്ട് ഒന്നെങ്കിൽ നോക്കി ചെയ്താൽ ജസ്റ്റ് ഒന്ന് തിരുത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്, അതല്ലെങ്കിൽ നമ്മൾ അതിൽ ആ വീഡിയോയിൽ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അസൈൻമെന്റ് ചെയ്താൽ. മൂന്നാമത്തെ സാധനം, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് എക്സാം പ്രിപ്പറേഷന്റെ കുറച്ച് സാധനങ്ങൾ തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഡെയിലി നമുക്ക് ടൈം ടേബിൾ ഒക്കെ ഉണ്ടാവും. ഇന്ന് ഇത് ക്ലാസ് ആണ് കാണേണ്ടത്, നാളെ ഈ ക്ലാസ് ആണ് കാണേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷന്, ഗ്രൂപ്പ് ഡിസ്കഷന്, രാത്രി ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. മനസ്സിലായി? അപ്പം ഈ സാധനം വരുമ്പോ തന്നെ നമുക്ക് എന്തുണ്ടാവും, നിങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞ് എക്സാമിന് മുമ്പായിരിക്കുമ്പോൾ കുറച്ചൊക്കെ മറന്നു പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എക്സാം പ്രിപ്പറേഷൻ ഒരു സ്പെസിഫിക് സാധനം ഉണ്ടാവും. അത് ക്രാഷ് കോഴ്സ് എന്ന് പറയുക, ഒരു 5 hour ക്ലാസ് ആയിരിക്കും. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യും. അതിന് നമ്മൾ പ്രെഡിക്ട് പ്രോ എന്നും കൂടെ പറയാറുണ്ട്. അപ്പം കഴിഞ്ഞ 3 സെമസ്റ്ററിലായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് എന്താണോ എക്സാമിന് വരുന്നത് പറഞ്ഞാൽ അത് മാത്രമേ എക്സാമിന് വന്നിട്ടില്ല. അത് നമ്മുടെ ട്രസ്റ്റ് ആണ്. നിങ്ങൾ വേണമെങ്കിൽ ഇതുവരെ പഠിച്ച കുട്ടിയോട് പോയി ചോദിക്കാം. കാരണം അത് നമ്മൾ അത്രയും ഉറപ്പിച്ച് പറയുന്ന സാധനം. കാരണം അങ്ങനെയും ക്വാളിഫിക്കേഷൻ ഉള്ള ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കും, യൂണിവേഴ്സിറ്റി ഒരാൾ ഫസ്റ്റ് റാങ്ക് കിട്ടി, അവര് 1000-2000 പേജുള്ള ബുക്കുകൾ കാണാണ്ട് പഠിച്ചിട്ട് കിട്ടുന്നത് ഒരിക്കലല്ല. എവിടെ നിന്ന് പഠിക്കണം, ഏത് പോയിന്റ് നിന്ന് പഠിക്കണം, അത് പഠിക്കാനുള്ള സ്ട്രാറ്റജി എന്താ. സോ ഈ സാധനമാണ് നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പഠിപ്പിച്ചത്. അങ്ങനെയുള്ള ടീച്ചേഴ്സിനെയാണ് നമ്മൾ ഹയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഉപകാരം നിങ്ങൾക്ക് സ്കോളർഡിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അത് ഞാൻ ഉറപ്പിച്ച് പറയാണ്, വേറെ ഒരു അക്കാഡമിയിലും നിങ്ങൾക്ക് ഇത്രയും ക്വാളിഫിക്കേഷനുള്ള ടീച്ചേഴ്സിന് കിട്ടൂല. റെക്കോർഡ് ക്ലാസ് എല്ലാവരും തരും, നമുക്ക് തരാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷെ കേട്ട് പാസ്സാവാന്നുള്ളതാ. പിന്നെ ലാസ്റ്റ് കാര്യം, പിന്നെ നമുക്ക് ഡെയിലി ഫോളോ അപ്പ് സാധനങ്ങൾ ഉണ്ടാവും. അതായത് ഗ്രൂപ്പിൽ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷന്, ക്വസ്റ്റ്യൻസ് അയക്കല്, അതിന്റെ ആൻസേഴ്സ് പറയല്, അത് ജസ്റ്റ് ഒരു എൻഗേജ്മെന്റിന് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതാണ് മെയിൻലി സ്കോളർഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സാധനം. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി റിലേറ്റീവ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ സോൾവ് ചെയ്ത് തരും. പിന്നെ റെക്കോർഡ് ക്ലാസ് കിട്ടും, ഷോർട്ട് നോട്ട്സ് കിട്ടും, എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് കിട്ടും, അതിന് വേണ്ടിയുള്ള ക്രാഷ് കോഴ്സ്, എക്സാം മുമ്പുള്ള മാരത്തോണ്, ലൈവ് സെഷൻസ്, പിന്നെ നിങ്ങൾക്കായിട്ട് ഒരു മെന്റർ ഉണ്ടാവും, പിന്നെ അസൈൻമെന്റ്സ് സാധനങ്ങൾ, പിന്നെ ഫോളോ അപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ സ്കോളർഡ് വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്കോളറ്റിന്റെയും നമ്മൾ യൂണിവേഴ്സിറ്റി കിട്ടുന്ന സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാരണം യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഞായറാഴ്ച ദിവസം ക്ലാസ് തരും. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഫാമിലിന്റെ കൂടെ ഉള്ള ആളാണ്, നിങ്ങൾക്ക് ഞായറാഴ്ച ദിവസം ക്ലാസ്സിന് പോകാൻ പറ്റും. നിർബന്ധമില്ല, വേണേ പോയാൽ മതി. നിങ്ങൾക്ക് എല്ലാ ദിവസവും പോകാൻ പറ്റിക്കണമെന്നില്ല, എല്ലാ ആഴ്ചയും. അപ്പം ചില ആഴ്ചകളിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒരു എൻഗേജ്മെന്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുക. മെയിൻലി നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ക്ലാസ് നമ്മൾ തരും, അത് കേട്ടിട്ട് നിങ്ങൾക്ക് പഠിച്ചാലും എക്സാം നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. പിന്നെ റെക്കോർഡ് ക്ലാസ്, അതിനനുസരിച്ചുള്ള ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തില്ല, അറ്റൻഡൻസ് മാൻഡറ്ററി ഇല്ല. അത് സ്കോളറ്റിന് നമ്മളൊരു ട്യൂഷൻ സെന്റർ പോലെയാണ് ലൈക്ക്, അതല്ലാതെ യൂണിവേഴ്സിറ്റി റിലേറ്റീവ് ഒന്നുമല്ല. അപ്പം യൂണിവേഴ്സിറ്റിന്റെ ബാക്കി സപ്പോർട്ടൊക്കെ അറിയാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവരെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡൻസും കാര്യങ്ങളും നിർബന്ധമില്ല. പിന്നെ നമുക്ക് ടൈം ടേബിളും കാര്യങ്ങളും ഉണ്ട്, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷന്, പിന്നെ നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ടും ഏത് സമയത്തും പഠിക്കാൻ പറ്റും. അപ്പം സെൽഫ് സ്റ്റഡി പോലെ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആണ്, നിങ്ങളൊന്നും പേടിക്കേണ്ട, ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ് കേട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് നേരെ സബ്ജക്റ്റുകള്, സെമസ്റ്ററുകള്, ആ ഒരു കാര്യത്തിലേക്ക് ഒന്ന് കിടക്കാം. ഇപ്പൊ ഫസ്റ്റ് സെമസ്റ്റർ എടുക്കുക. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്ട് ഒന്ന് BA, ഇത് ഞാൻ സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്തൊക്കെ പഠിക്കാനുള്ളതല്ല. ഇപ്പൊ BA ഇംഗ്ലീഷ് എടുത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാണ്ടാവുന്ന 4 പേപ്പേഴ്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് 4 പേപ്പേഴ്സ്, BComല്, BBAക്ക്, BA ഇംഗ്ലീഷ്, BA മലയാളം, BSc, BA സോഷ്യോളജി, എല്ലാത്തിനും 4 പേപ്പേഴ്സ് പഠിക്കാനുണ്ടാവും. അതിലൊന്ന് മേജർ ആയിരിക്കും, ഒന്ന് മൈനർ പേപ്പർ ആയിരിക്കും, പിന്നെ ഒരു എലക്ടീവ് പേപ്പർ ഉണ്ടാവും, പിന്നെ ഒരു കോമൺ പേപ്പർ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ 4 പേപ്പേഴ്സ് ആണ് ഉണ്ടാവുക. സോ അപ്പം അതിൽ BA ഇംഗ്ലീഷുകാർ എടുക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ ഉണ്ടാവും, ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. പിന്നെ BA മലയാളക്കാർ എടുക്കുകയാണെങ്കിൽ കഥ, കവിത, ആധുനിക ഉണ്ടാവും, പിന്നെ കേരള ചരിത്രം ഉണ്ടാവും. ഇനി ഹിസ്റ്ററിക്കാർ എടുക്കുകയാണെങ്കിൽ ആൻഷ്യൻ സിവിലൈസേഷൻ, പിന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഡെമോക്രസി ഉണ്ടാവും. BA സോഷ്യോളജിക്കാരെ എടുക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി, പിന്നെ സോഷ്യൽ ഫോർമേഷൻ, വേൾഡ് ഹിസ്റ്ററി ഉണ്ടാവും. BComമാരെ എടുക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും പ്രിൻസിപ്പൾ ഓഫ് മാനേജ്മെന്റും ആയിരിക്കും. ഇപ്പൊ BBAക്കാരെ എടുക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൾ ഓഫ് മാനേജ്മെന്റ്, അത് നമ്മുടെ BComകാരുടെ സെയിം സാധനത്തിൽ നിന്ന് സിലബസ് കുറച്ചൊന്ന് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സാധനമായിരിക്കും. പിന്നെ ബിസിനസ് സ്റ്റാറ്റിക്സും കൂടെ നിങ്ങൾക്ക് BBAക്കാർക്ക് പഠിക്കാനുണ്ടാവും. പിന്നെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ട്. അത് എല്ലാ ആളുകൾക്കും, ഇപ്പം BA ഇംഗ്ലീഷ് എടുത്താലും, BA മലയാളം എടുത്താലും, BA ഹിസ്റ്ററി എടുത്താലും, ഇവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ പഠിക്കാനുണ്ടാവും. അതൊരു കോമൺ പേപ്പറാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു എലക്ടീവ് പേപ്പർ വരും. എലക്ടീവ് പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സബ്ജക്റ്റുകളുണ്ട്, അതിൽ ഇഷ്ടമുള്ളൊന്ന് സെലക്ട് ചെയ്യുക. അതിലൊന്ന് ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ്, പിന്നെ അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആൻഡ് ടെക്നോളജി, അല്ലെങ്കിൽ ലീഗൽ ലിറ്ററസി. ഇതിലിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഇപ്പം നമ്മൾ പ്രിഫർ ചെയ്യുക ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ്. സോ അത് കുറച്ചും കൂടെ സിമ്പിൾ ആണ്, കാരണം കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ടെക്നോളജി റിലേറ്റീവ് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടി വരും. മറ്റേ ലീഗൽ ലിറ്ററസി ആണെങ്കിൽ ലീഗൽ പാർട്ട് കുറച്ച് അറിയേണ്ടി വരും. അപ്പം നമ്മൾ പ്രിഫർ ചെയ്യുക ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ്. സോ ഇത്രയും സബ്ജക്റ്റുകളാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ ഞങ്ങൾക്ക് പഠിക്കേണ്ടത്. ഇപ്പം BA ഇംഗ്ലീഷ് ആയിട്ടാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ, ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഹിസ്റ്റോറിക്കൽ ടൂറിസം. മനസ്സിലായി? ഈ രീതിയിലായിരിക്കും പഠിക്കേണ്ടത്. ഇനി നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിന്റെ സബ്ജക്റ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ BA ഇംഗ്ലീഷുകാർക്ക് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു സബ്ജക്ട് വരുന്നുണ്ട്, പോയട്രി ആൻഡ് ഡ്രാമ വരുന്നുണ്ട്. BA മലയാളക്കാരതാണെങ്കിൽ ചെറുകഥ സാഹിത്യം വരുന്നുണ്ട്, സാൻസ്ക്രിറ്റ് വരുന്നുണ്ട്. ഇതിൽ സംസ്കൃതം പഠിക്കാനുണ്ട് BA മലയാളക്കാർക്ക്. ഭയങ്കര ടഫ് ഒന്നുമല്ല, സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. സോ പഠിപ്പിച്ച് സെറ്റ് ആയിക്കോളും. പിന്നെ BA ഹിസ്റ്ററിക്കാരെ എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഉണ്ട്, പിന്നെ ജനറൽ എക്കണോമിക്സ് ഉണ്ട്. ഈ എക്കണോമിക്സ് BA ഹിസ്റ്ററിക്കാർക്ക് പഠിക്കാനുണ്ടാവും സെക്കൻഡ് സെമസ്റ്ററിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു ഡിഗ്രി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു സബ്ജക്റ്റിൽ മാത്രം എക്സ്പേർട്ട് ആവുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കിൽ എൻഹാൻസ്ഡ് കോഴ്സുകൾ ഉണ്ട്, വാല്യൂ ആഡഡ് കോഴ്സുകൾ ഉണ്ട്. സോ അങ്ങനെ നിങ്ങൾ എല്ലാ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടും ചെറിയ രീതിയിൽ ധാരണയുള്ള ആളായിട്ട് മാറും. കാരണം നമ്മുടെ സൊസൈറ്റി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പ്രശ്നമാണ് എഡ്യൂക്കേഷൻ പഴയ ട്രഡീഷണൽ സാധനമാണ്, അതുകൊണ്ട് ഡിഗ്രി പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. ബട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, സിലബസ് മാറ്റാൻ പറ്റുന്ന സാധനം. സിലബസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ FIUGP കൊണ്ടുവന്നിട്ട് 120 മണിക്കൂർ ഇന്റേൺഷിപ്പ് നിർബന്ധമാക്കി. അതേപോലെ സ്കിൽ എൻഹാൻസ്ഡ് കോഴ്സുകൾ, വാല്യൂ ആഡഡ് കോഴ്സുകൾ, സംഭവങ്ങൾ കൊണ്ടുവന്നപ്പോൾ ആളുകൾ ഓരോ സാധനത്തെ പറ്റിയും പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഡിഗ്രി എന്നുള്ള സാധനം, ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള സാധനം ഒരു സ്കിൽ ഓറിയന്റഡ് കോഴ്സസ് ആയിട്ട് മാറും വിത്തിൻ 3 or 4 years. സോ അങ്ങനെ മാറുന്ന സമയത്ത് ഡിഗ്രി ഇല്ലാണ്ട് ഒരു കമ്പനിയിൽ ജോലിക്ക് എടുക്കില്ല. ഡിഗ്രി ബേസിക് ക്രിയേറ്റ് ആയിട്ട് വെക്കും. കാരണം ഡിഗ്രി പഠിച്ച ഒരാളാകുമ്പോൾ ഇത്രയും കാര്യങ്ങളെ പറ്റി അറിയുന്ന ഒരാളാണെന്നുള്ളത്. ഇപ്പം ഡിഗ്രി എടുക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവര് മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ എന്തുണ്ടാവില്ല, എല്ലാവരും ഡിഗ്രി എടുത്തവരെ മാത്രമേ ജോലിക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ഡിഗ്രി പഠിക്കാൻ സമയം വേസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഇപ്പൊ തന്നെ നിങ്ങളൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുക്കുക. ആ ഒരു ഷിഫ്റ്റ് പല ആളുകൾക്കും മനസ്സിലായില്ല. നിങ്ങൾ നല്ല ആൾക്കാരോട് പോയി ചോദിച്ചാൽ മനസ്സിലായി. കാരണം ഒരിക്കലും ഇപ്പോഴും പുറത്തുള്ള രാജ്യങ്ങൾ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും അവരുടെ സിലബസ് മാറിയിട്ട് അവിടെ ഡിഗ്രിക്ക് ഇപ്പോഴും വാല്യൂ ഉണ്ട്. സോ ആ ഒരു വാല്യൂ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യയിലെ ആളുകളിലും അത് സൊസൈറ്റിയിലും അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം
ചേഞ്ച് ആയില്ലെങ്കിൽ പുറത്ത് ഇന്ത്യക്കാർക്ക് വാല്യൂ ഉണ്ടാവില്ല. സോ അതൊരിക്കലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം സമ്മതിക്കൂല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഡിഗ്രി സിലബസ് മാറിക്കഴിഞ്ഞാൽ സ്കിൽ ഓറിയന്റഡ് സാധനം. സോ അപ്പൊ ഡിഗ്രിക്ക് ഡിമാൻഡ് കൂടാൻ തുടങ്ങും. ഡിമാൻഡ് കാരണം കുറെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഹിസ്റ്ററി എടുത്ത ആള് ജനറൽ എക്കണോമിക്സ് പഠിക്കും, എക്കണോമിക്സിന്റെ ബേസിക് സാധനം പഠിക്കും. നമ്മൾ അടുത്ത സെമസ്റ്ററിലേക്ക് സമയത്ത് നമുക്ക് സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് വരുന്നുണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഫിലോസഫി റിലേറ്റീവ് കാര്യങ്ങൾ പഠിക്കും. ഓരോ സെമസ്റ്ററിലും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഓറിയന്റഡ് ആയിട്ടുള്ള നോളജ് ഉള്ള ആളായിട്ട് മാറും. അപ്പം അടുത്ത സബ്ജക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ബി എ സോഷ്യോളജി ഇൻ ഇന്ത്യ വരുന്നുണ്ട്. പിന്നെ ജനറൽ എക്കണോമിക്സ്, ഇതിലും ജനറൽ എക്കണോമിക്സ് വരുന്നത് നമ്മൾ ബി എ ഹിസ്റ്ററിയിലെ സെയിം പേപ്പർ തന്നെയാണ്. പിന്നെ ബികോംകാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ബി ബി എക്കാരെ ഫസ്റ്റ് സെമസ്റ്ററിൽ പറഞ്ഞ ബിസിനസ് സ്റ്റാറ്റിക്സിന്റെ ഒരു ഭാഗം നമുക്ക് ബികോംകാരുടെ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്നുണ്ട്. പിന്നെ ബിസിനസ് ലോ എന്ന് പറയുന്ന ഒരു സബ്ജക്ട് വരുന്നുണ്ട്. പിന്നെ ബി ബി എക്കാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ അക്കൗണ്ട്സ് ഫോർ മാനേജർ എന്ന് പറയുന്ന ഒരു സബ്ജക്ട്, പിന്നെ ഒരു ബിസിനസ് ലോ എന്ന് പറയുന്ന സബ്ജക്ട്. ഈ സെയിം പേപ്പറാണ്, ബികോമിന്റെ സെയിം പേപ്പറാണ് ബി ബി എക്കുള്ള ബിസിനസ് ലോ എന്ന് പറയുന്നത്. പിന്നെ കോമൺ പേപ്പർ ആയിട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് സെമസ്റ്ററിൽ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, ഇവിടെ നമുക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൽ നമുക്കൊരു എലക്ടീവ് പേപ്പർ വരുന്നുണ്ട്. അതിൽ ക്രിമിനോളജി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മെഷീൻ ലേണിംഗ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിൽ ഓറിയന്റഡ് കോഴ്സാണ്. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാലും ഒരു സ്കിൽ ഓറിയന്റഡ് കോഴ്സാണ്. സോ ഇങ്ങനെയുള്ള കോഴ്സുകൾ ഡിഗ്രി സിലബസുകളിൽ വരാൻ തുടങ്ങി. അപ്പം ഇത് ആളുകൾ ബോധവൽക്കരണം ഉണ്ടാവും. അപ്പം ഇതിനെപ്പറ്റി പഠിച്ച ആളുകൾക്ക് ചിലത് കുറച്ച് കഴിയുമ്പോൾ ഫുള്ളി സിലബസ് മാറുമ്പോൾ ആളുകൾ ഡിഗ്രി ഉണ്ടാവുമ്പോൾ ഒരു വാല്യൂ ആഡ് ചെയ്യും. ആ വാല്യൂ ഇല്ലാത്ത ഒരാൾക്ക് നല്ല കമ്പനിയിൽ ജോലി ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തും. സോ അപ്പം ഡിഗ്രി അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നല്ലാണ് പറഞ്ഞു തരുന്നത്. നമ്മളെ മക്കള് പല ഫ്രണ്ട്സും ഒക്കെ ഇത് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ജസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവര് ഇപ്പം വിചാരിക്കുന്ന ആൾക്കാരും പല അക്കാഡമീസും ഡിഗ്രി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ആഡ് കണ്ടിട്ടാണ് അവർ അങ്ങനെ ആയിത്തീരുന്നത്. കാരണം ഒരിക്കലും ഒരു രാജ്യവും ഇതിന് പ്രൊമോട്ട് ചെയ്യില്ല. കാരണം ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മളിപ്പോ ഉദാഹരണത്തിന് ബി എ ഹിസ്റ്ററിക്കാരെടുക്കും. അപ്പൊ ബി എ ഹിസ്റ്ററിക്കാർക്ക് എന്തൊക്കെയാ പഠിക്കാനുണ്ടാവുക? ഹിസ്റ്ററി ഓഫ് ഇന്ത്യ പഠിക്കാനുണ്ടാവും, ജനറൽ എക്കണോമിക്സ് പഠിക്കാനുണ്ടാവും, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് പഠിക്കാനുണ്ടാവും. ഇതിലും നമ്മൾ പ്രിഫർ ചെയ്യുക ക്രിമിനോളജിയാണ്. കാരണം ക്രിമിനോളജി കുറച്ചും കൂടെ സിമ്പിൾ ആണ്. ഇപ്പം ഒരാൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ഒരാളാണെങ്കിൽ അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കുക, അത് നല്ല കാര്യമാണ്. മെഷീൻ ലേണിംഗ് അറിയുന്ന ആൾ മെഷീൻ ലേണിംഗ് എടുക്കുക, നമ്മൾ സിമ്പിൾ ആയിരിക്കും. വേറെ എക്സ്ട്രാ വലിയ പണിയോ ഒന്നും ഉണ്ടാവില്ല. ഇതൊന്നും അറിയാത്ത ആളോട് നമ്മൾ പ്രിഫർ ചെയ്യുക ക്രിമിനോളജിയാണ്. അപ്പം സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടാവുക 4 സബ്ജക്റ്റുകളാണ്. ഇനി നമ്മൾ അടുത്തൊരു സാധനം എടുക്കുക. അടുത്തൊരു സംഭവമാണ് നമുക്കുള്ളത് അസൈൻമെന്റ്സ്. ഇതാണ് നമുക്കുള്ള വേറെ മെയിൻ ഒരു സാധനം. അപ്പൊ അസൈൻമെന്റ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു 4 സബ്ജക്റ്റുകളാണ് ഉള്ളത്. ഓരോ സബ്ജക്റ്റിനും 2 അസൈൻമെന്റ്സ് വെച്ച് ഉണ്ടാവും. ഒരു അസൈൻമെന്റ് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും, മറ്റൊന്ന് അനലൈറ്റിക്കൽ ആയിരിക്കും. സോ അപ്പം ടോട്ടല് ഒരു സബ്ജക്ട്, ഇപ്പം ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവും, ഒരു അനലൈറ്റിക്കലും ഉണ്ടാവും. മനസ്സിലായോ? അപ്പം നമ്മൾ ടോട്ടല് അസൈൻമെന്റ് ഉണ്ടാവുക 8 അസൈൻമെന്റ് ഫസ്റ്റ് സെമസ്റ്ററിൽ എഴുതാനുണ്ടാവും, 8 അസൈൻമെന്റ് സെക്കൻഡ് സെമസ്റ്ററിൽ എഴുതാനുണ്ടാവും. ഇതിൽ നമുക്ക് അസൈൻമെന്റ്സിന് വരുന്നത് 15 മാർക്കാണ് ഒരു അസൈൻമെന്റ് വരുന്നത്. ഇപ്പം ഡിസ്ക്രിപ്റ്റീവിന് 15 ആയിരിക്കും, അനലൈറ്റിക്കലിന് 15 ആയിരിക്കും. അപ്പൊ ടോട്ടൽ 30 മാർക്കിനായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അസൈൻമെന്റ് ഉണ്ടാവുക. പിന്നെ അസൈൻമെന്റ് ബേസിക്കലി നമ്മളൊരു 10 പേജ് ഉള്ള ഒരു അസൈൻമെന്റ് ആണ് പ്രിഫർ ചെയ്യുക. 10 പേജ് എങ്കിലും ഒരു ചുരുങ്ങിയതായിട്ട് നമ്മൾ അത് എഴുതേണ്ടതുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി നമുക്ക് 5 ക്വസ്റ്റ്യൻസ് തരും. അതായത് ഡിസ്ക്രിപ്റ്റീവിന് യൂണിവേഴ്സിറ്റി ഒരു 5 ക്വസ്റ്റ്യൻസ് തരും. അതിലുള്ള ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. ആ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ 10 പേജ് അസൈൻമെന്റ് എഴുതേണ്ടത്. പിന്നെ നമുക്കുള്ളത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു അസൈൻമെന്റ് PDF ആയിട്ട് അയച്ചു തരും. ആ PDF നമ്മളൊരു ട്യൂട്ടോറിയൽ ക്ലാസ് ഉണ്ടാവും. അസൈൻമെന്റിൽ എന്തൊക്കെയാ പറയുന്നത്, എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, എന്തൊക്കെയാണ് എഴുതേണ്ടത്, എന്തൊക്കെ കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് എങ്ങനെയൊക്കെയാണ് കണ്ടന്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുക, ഇതല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അസൈൻമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതേണ്ടത്. സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്കോളർഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഉള്ളത് നമുക്ക് അടുത്തൊരു സാധനമാണ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, സ്കോളർഡിൽ പഠിച്ചു, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി, നിങ്ങൾ എന്ത് ചെയ്യാണ്, എക്സാം എഴുതാൻ പോവാണ്. നമ്മൾ എവിടെയാണ് എക്സാം എഴുതുക? നമുക്ക് 2 സാധനമുണ്ട്, ലേണിംഗ് സെന്റേഴ്സ് ഉണ്ട്, എക്സാം സെന്റേഴ്സ് ഉണ്ട്. ലേണിംഗ് സെന്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോളേജ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ കാസർഗോഡുള്ള ആളാണ്. അപ്പൊ എനിക്ക് കാസർഗോഡ് നെഹ്റു കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ് ലേണിംഗ് സെന്റർ ആണ്, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ. അപ്പൊ ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ നെഹ്റു കോളേജ് സെലക്ട് ചെയ്തു. എങ്കിൽ എനിക്ക് സൺഡേസിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞായറാഴ്ച ദിവസങ്ങളിൽ യൂണിവേഴ്സിറ്റി ക്ലാസ് വരും. ആ ക്ലാസ്സിൽ എനിക്ക് എവിടെ പോവാ? നെഹ്റു കോളേജിൽ പോവാം. എന്റെ ID കാർഡ് വരികയാണ്, അത് എവിടെ വരിക? നെഹ്റു കോളേജിലെ വരിക. എനിക്കിപ്പോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി, ആ ഇഷ്യൂ ഉണ്ട്, എനിക്ക് ഡയറക്റ്റ് പോയി പറയണം, ഞാൻ നെഹ്റു കോളേജിൽ പോയാൽ മതി. അല്ലാതെ എന്ത് ചെയ്യണ്ട,
യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അതായത് കൊല്ലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സോൾവ് ചെയ്ത് തരാൻ പറ്റിയിട്ടുള്ള ഒരു സാധനം നമ്മുടെ യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വിസിറ്റ് ലേണിംഗ് സെന്റേഴ്സ്, അക്കാഡമിക് സപ്പോർട്ടിംഗ് ലേണിംഗ് സെന്റേഴ്സ് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ എക്സാം സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ 51 ലേണിംഗ് സെന്റേഴ്സ് ഉള്ളത്. അപ്പം ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് എക്സാം സെന്റേഴ്സ് വരുന്നുണ്ട്. എക്സാം സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സെന്റേഴ്സ് ഉണ്ടാവും. മേ ബി ഒരു 70 എക്സാം സെന്റേഴ്സ് ഉണ്ടാവും. അത് നമുക്ക് എക്സാമിന്റെ സമയത്താണ് വരിക, ഏതൊക്കെ സെന്റേഴ്സ് ആണ് ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ എക്സാം സെന്റർ സെലക്ട് ചെയ്യുക. പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കുക. പിന്നെ നിങ്ങൾ ഫീസ് അടക്കുമ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫീസ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും 10,000 രൂപ അടച്ചാലാണ് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അത് പറ്റുന്ന ആൾക്കാർ പെട്ടെന്ന് അടിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേണിംഗ് സെന്റർ അടുത്തുള്ള സാധനം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയറിൽ എല്ലാ കാര്യം നമ്മൾ ഫില്ല് ചെയ്ത് വെക്കും. ലാസ്റ്റ് പേയ്മെന്റ് മാത്രമാണ് നമുക്ക് ബാലൻസ് ഉണ്ടാവുക. ആ പേയ്മെന്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് 10,000 കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ യൂണിവേഴ്സിറ്റി പേയ്മെന്റ് ചെയ്യുക. അപ്പം ഓഗസ്റ്റ് 5 ലാസ്റ്റ് ഡേറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. മേ ബി നീട്ടാൻ സാധ്യതയുണ്ട്, പക്ഷെ ഉറപ്പില്ല. കാരണം ഭയങ്കര അഡ്മിഷൻ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി നിർത്തൂല. അപ്പൊ നിങ്ങൾ എന്ത് നിർത്തും, അഡ്മിഷൻ അത്ര ചിലപ്പം ക്ലോസ് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അതായത് ഫീസ് അടച്ചിട്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ലേണിംഗ് സെന്റർ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്തുള്ള ലേണിംഗ് സെന്റർ കിട്ടും. പിന്നെ നമുക്ക് സെന്റേഴ്സ് വേണമെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ചില റൂൾസ് ഒക്കെ ഉണ്ട്, അതനുസരിച്ച് യൂണിവേഴ്സിറ്റിയുടെ ലേണിംഗ് സെന്റേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ കാര്യങ്ങളിലൊക്കെ സ്കോളർഡ് നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ യാതൊരു കാര്യം പേടിക്കേണ്ട. നമ്മൾ വിളിക്കുമ്പോൾ കോൾ എടുക്കുക, നമ്മൾ ചോദിച്ച ഡാറ്റാസ് അയച്ചു തരാം, എങ്കിൽ ബാക്കിയൊക്കെ സ്കോളർഡ് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. അത് കാര്യങ്ങളൊന്നും നിങ്ങളൊന്നും പേടിക്കേണ്ട. പിന്നെ ഇനിയുള്ള ഒരു സാധനമാണ് എക്സാംസ് എപ്പോഴാണ് നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ 6 മന്തും കൂടുമ്പോഴാണ് എക്സാം ഉണ്ടാവുക. അതായത് സെമസ്റ്റർ ബേസ് ആണ് എക്സാം ഉണ്ടാവുക. അപ്പൊ 6 മാസം കൂടുമ്പോഴാണ് എക്സാം ഉണ്ടാവുക. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും നമുക്ക് ഒരുമിച്ചായിരിക്കും എക്സാം ഉണ്ടാവുക. കാരണം ജൂലൈയിൽ തുടങ്ങിയ അഡ്മിഷൻ ചിലപ്പം കുറച്ച് നീണ്ടു പോവാറുണ്ട്. അപ്പം എക്സാം പൊതുവേ നടക്കാറ് നമുക്ക് ഒരു മെയ് ജൂൺ ആ സമയത്താണ്. അപ്പൊ മെയ്യില് ഫസ്റ്റ് സെമസ്റ്റർ നടന്നു കഴിഞ്ഞാൽ ജൂൺ ഒരു മാസം ഗ്യാപ്പ് വരുള്ളൂ. ജൂലൈയിൽ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിന്റെയും കൂടെ എക്സാം നടക്കും. ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ മാത്രമേ ഇങ്ങനെ നടക്കുള്ളൂ. കാരണം അക്കാഡമിക് ഇയർലി നമുക്ക് ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അതല്ലാതെ ബാക്കിയുള്ള സെമസ്റ്ററൊക്കെ നിങ്ങൾക്ക് 6 മാസം ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. പിന്നെ ഉള്ളത് എക്സാമിന്റെ സാധനം വരുന്നത്. എക്സാം വരിക മോസ്റ്റ് ഓഫ് ദി എപ്പോഴും എക്സാം വരിക ശനിയും ഞായറായിരിക്കും. അതിൽ കൂടുതലും ഉണ്ടാവുക ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുക. ചില അർജൻസി ഉള്ള സമയത്താണ് യൂണിവേഴ്സിറ്റി ശനിയാഴ്ചയും കൂടെ എക്സാം വെക്കാറുള്ളത്. പിന്നെ എക്സാമിന്റെ സമയം ഉണ്ടാവുക 10 മണിക്ക് തുടങ്ങി 1 മണിക്ക് തീരും. 3 മണിക്കൂറാണ് എക്സാം നമുക്ക് സമയം ഉണ്ടാവുക. പിന്നെ ഇതിൽ ചില സബ്ജക്റ്റ് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, എലക്ടീവ് സബ്ജക്ട് ഹിസ്റ്റോറിക്കൽ ടൂറിസം, കോമൺ പേപ്പർ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഇതിനൊക്കെ നമുക്ക് മാർക്ക് കുറവുണ്ട്. സമയം 2 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. അത് 70 മാർക്കിനായിരിക്കും എക്സാം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് അങ്ങനെയുള്ള കോമൺ പേപ്പേഴ്സും എലക്ടീവ് പേപ്പേഴ്സിനൊക്കെ വരാറുണ്ട്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ വരും. അപ്പം ഇപ്പൊ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ നമ്മൾ 7 എഴുതിയാൽ മതി. നമുക്ക് ഇതേപോലെ 2 മാർക്കിന്റെ നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ 3 എഴുതിയാൽ മതി. നമുക്ക് 5 മാർക്കിന് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ 3 എഴുതിയാൽ മതി. 10 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 2 എഴുതിയാൽ മതി. അപ്പൊ അങ്ങനെ നമുക്ക് ഓപ്ഷണൽ ആയിട്ടായിരിക്കും യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, എല്ലാം അറ്റൻഡ് ചെയ്യണമെന്നില്ല. അപ്പൊ ആ രീതിയിലാണ് എക്സാമിന്റെ പാറ്റേൺ വരിക. പിന്നെ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മൾ 15,000 രൂപയാണ് നമ്മൾ BCom, BA ഇംഗ്ലീഷ്, BA മലയാളം, BSc, BA സോഷ്യോളജിക്ക് പറയുന്നത്. BBA കാരുടെ 15,000 രൂപയാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടക്കുന്ന സമയത്ത് നിങ്ങൾ സ്കോളർഡിയിലേക്കാണ് എൻറോൾ ചെയ്യുക. നിങ്ങൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഒരു 5,000 കൂടെ അടക്കുന്ന സമയത്ത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഫീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. കാരണം യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് അത്യാവശ്യം ഇതിൽ നിന്ന് ഫീസ് പേ ചെയ്യാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾ നമ്മളിലേക്ക് അടക്കുമ്പോൾ നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്ററിന്റെ ഫീസ് നമുക്ക് ഇതിൽ നിന്ന് പേ ചെയ്യാനുണ്ടാവും. അപ്പൊ അതും പിന്നെ സ്കോളർഡിന്റെ ബാലൻസ് ഫീസും ആണ് നിങ്ങൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടക്കം ഉണ്ടാവുക. കാരണം യൂണിവേഴ്സിറ്റി ഫീസിന് നിങ്ങൾക്ക് ഏകദേശം 7,000 ചില്ലാന രൂപ വരുന്നുണ്ട്. അപ്പൊ പിന്നെ എക്സാം ഫീസ് നമുക്ക് പെർ സെമസ്റ്ററിനാണ് എക്സാം ഫീസ് ഉണ്ടാവുക. നിങ്ങൾ ഒരു 800 രൂപയാണ് ഫസ്റ്റ് സെമസ്റ്ററിന് ഉണ്ടാവുക, സെക്കൻഡ് സെമസ്റ്ററിന് 800 രൂപയാണ്. അത് എക്സാമിന്റെ സമയത്ത് നിങ്ങൾ അടച്ചാൽ മതി. ഇപ്പം ഇൻ കേസ് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, സെക്കൻഡ് സെമസ്റ്റർ എക്സാം എഴുതാൻ പറ്റും ഫസ്റ്റ് സെമസ്റ്റർ പാസ്സാവാതെ തന്നെ. എന്നിട്ട് അടുത്ത വർഷത്തെ കുട്ടികൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതുന്ന സമയത്ത് സപ്ലിമെന്ററി പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതിയെടുക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇയർലി ഗ്യാപ്പ് വരില്ല. കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 4 വർഷ ഡിഗ്രിയാണ് എല്ലാവർക്കും അറിയുന്നു പ്രതീക്ഷിക്കുന്നു.
വേണമെങ്കിൽ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് നിർത്താം. 3 വർഷം കൊണ്ട് നിർത്തിയാലും നിങ്ങൾക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PG 1 വർഷം പഠിച്ചാൽ മതി. പുറമെ നിങ്ങൾക്ക് ഹോണേഴ്സ് എന്ന് പറയുന്ന ഒരു ഹോണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. മറ്റേതാകുമ്പോൾ നോർമൽ ഡിഗ്രി ആയിരിക്കും സർട്ടിഫിക്കറ്റ് കിട്ടുക. നമ്മൾ പ്രിഫർ ചെയ്യുക 4 ഇയർ കംപ്ലീറ്റ് ചെയ്യാനാണ്. കാരണം മോസ്റ്റ് ഓഫ് ദി നല്ല യൂണിവേഴ്സിറ്റീസും ഇപ്പം PG 1 ഇയർ ആയി കുറച്ചിട്ടുണ്ട്. ഈ 1 ഇയർ PG നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ UGC നിങ്ങൾക്ക് 172 ക്രെഡിറ്റ്സ് തരാം. ഈ UGC 172 ക്രെഡിറ്റ്സ് കൊടുക്കുക 4 ഇയർ പ്രോഗ്രാമിനാണ്. 3 ഇയർ ആകുമ്പോൾ 132 ക്രെഡിറ്റ്സ് മാത്രമേ കിട്ടുള്ളൂ. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. റെഗുലറിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ഡിസ്റ്റൻസിലാണെങ്കിലും സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് 1 ഇയർ PG ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ 4 ഇയർ കംപ്ലീറ്റ് ചെയ്യണം. നല്ല യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങൾ 4 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. കാരണം ഈ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും 4 ഇയർ ചെയ്യാനാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻസ് ഓഫ് ഡിഗ്രി, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം. പല ആൾക്കാരും പല അക്കാഡമീസ് ഇവിടുത്തെ ആൾക്കാർ വന്ന് പറ്റിക്കാണ്, ഡിഗ്രി പഠിച്ചിട്ട് വലിയ കാര്യമില്ല, വെറുതെ സമയം വേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് മാറ്റർ, നമ്മൾ മോഡേൺ എഡ്യൂക്കേഷൻ ബിക്കമിങ് സ്കിൽ ഓറിയന്റഡ്, അതായത് മുമ്പ് ഉണ്ടായ പഴയ ട്രഡീഷണൽ കോഴ്സസ് സിലബസസ് ഒക്കെ മാറിയിട്ട് നമുക്ക് പുതിയ സിലബസുകൾ, അതിന്റെ അർത്ഥമാണ് നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മെഷീൻ ലേണിംഗ് സാധനങ്ങളൊക്കെ സിലബസിൽ വരാൻ തുടങ്ങി. നിങ്ങൾ കുറച്ചും കൂടെ അകത്തെത്തുമ്പോൾ ടെക്നോളജി ആൻഡ് സൊസൈറ്റി കാര്യങ്ങൾ വരുന്നുണ്ട്, പിന്നെ നമുക്ക് പൈത്തം വരുന്നുണ്ട്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇനി വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ സ്കിൽ ഓറിയന്റഡ് സാധനം നമ്മുടെ ഡിഗ്രിയിൽ കയറി കഴിഞ്ഞാൽ ഡിഗ്രി പഠിച്ച ഒരാൾ സ്കില്ലുള്ള ആളായിട്ട് മാറും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താവും, ഡിഗ്രി പഠിക്കാത്ത ആൾക്ക് ഈ സ്കിൽ ഉണ്ടാവില്ല. അപ്പൊ ഡിഗ്രി പഠിച്ച എല്ലാവർക്കും ഒരു ബേസിക് സ്കിൽ ഉള്ളതുകൊണ്ട് തന്നെ നല്ല കമ്പനീസ്, നോർമൽ കമ്പനീസ് ഒക്കെ ഡിഗ്രി എടുത്ത ആളെ മാത്രമേ പ്രിഫർ ചെയ്യുള്ളൂ. അപ്പം ആ ഒരു ഉപകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ, കാരണം ആ സമയത്ത് പിന്നെ ഈ സൊസൈറ്റി ചേഞ്ച് ആവും, എല്ലാവരും ഡിഗ്രി ഉള്ള ആളെ മാത്രം നോക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഡിഗ്രി ഇല്ലാത്ത ആളുടെ സമയം പോവും, അവരുടെ ജോലി പോവും, അവർക്ക് സാലറി ഹൈക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അപ്രൂവ് ആയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്താൽ മാത്രമേ നിങ്ങൾ നല്ലൊരു കമ്പനി പോകുന്ന സമയത്ത് ആ ഡിഗ്രിക്ക് നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സർട്ടിഫിക്കറ്റ്, പല ആൾക്കാരും വന്ന് പറയുന്നുണ്ട് എന്റെ ഫ്രണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 6 മാസം ഡിഗ്രി എന്ന് പറഞ്ഞ് ഭയങ്കര മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് UGCയുടെ ആർട്ടിക്കിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, UGCക്ക് 6 മാസം എന്ന് പറയുന്ന ഡിഗ്രിയേ ഇല്ല. ഒന്നെങ്കിൽ 4 ഇയർ അല്ലെങ്കിൽ 3 ഇയർ, ഈ 2 ഡിഗ്രി മാത്രമേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് 6 മന്ത് ഡിഗ്രി കൊടുക്കുക? അത് കൊടുക്കണം എന്തല്ല, അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി അല്ല, ഫേക്ക് ആയിരിക്കും ആ സർട്ടിഫിക്കറ്റ്. ഫേക്ക് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ടാവും, ബട്ട് UGC അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് അല്ല. UGC അപ്രൂവ്ഡ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് 132 ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ 172 ക്രെഡിറ്റ്സ് കിട്ടുള്ളൂ. നിങ്ങൾ പുറത്ത് നല്ലൊരു യൂണിവേഴ്സിറ്റി പോകണം, അല്ലെങ്കിൽ നല്ലൊരു വർക്കിന് കയറുന്ന സമയത്ത് അവർ നിങ്ങളെ നോക്കുക നിങ്ങളെ ക്രെഡിറ്റ്സ് ആണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ആദ്യം ജോലി കയറുന്ന സമയത്ത് നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഭയങ്കരമായിട്ട് വാലിഡേറ്റ് ചെയ്യണമെന്നില്ല. അതാണ് പല ആൾക്കാരും പറയുന്നത്, എന്റെ ഫ്രണ്ട് 6 മാസം ഡിഗ്രി എടുത്തിട്ട് ഇപ്പൊ ജോലി കയറുന്നില്ല. ബട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഇവാലുവേറ്റ് ചെയ്തില്ല. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരുന്ന സമയത്ത് ആ സർട്ടിഫിക്കറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഫേക്ക് ആണ്, ഇത് ശരിക്കും ഉള്ളതല്ല എന്ന് പറഞ്ഞിട്ട് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ജോലിയും പോവും, അവരുടെ കൂലിയും പോവും, ആ സമയത്തുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാണ്ടാവും. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് അപ്രൂവ്ഡ് ആയിട്ടുള്ള സാധനം മാത്രം എടുക്കുക. സ്കോളർ എടുത്തിട്ട് മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ. നമുക്ക് കമ്മീഷൻ തരാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. വേണം നമുക്ക് 6 മാസം ഡിഗ്രി പ്രൊമോട്ട് ചെയ്യാം, ഒരുപാട് ആൾക്കാർ എടുക്കും, പൈസ കിട്ടും, പക്ഷെ സമാധാനം ഉണ്ടാവില്ല. നമ്മൾ ഉദ്ദേശിക്കണം, നമ്മളിൽ വന്ന് കുട്ടി നാളെ വന്ന് പരാതി പറയരുത് സ്കോളർഡ് കാരണം എനിക്ക് നഷ്ടമായെന്നുള്ളത്. നമ്മൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി മാത്രമേ കൊടുക്കുള്ളൂ. അതാണ് നമ്മുടെ ഗോൾ. നമ്മൾ ഉദ്ദേശിക്കണം ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും പ്ലേസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഡിഗ്രി പഠിക്കണമെങ്കിൽ സ്കോളർഡിൽ വരിക, അല്ലാതെ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് പോകേണ്ട ആവശ്യമില്ല. സ്കോളർഡിൽ വന്നിട്ട് ഏത് ഡിഗ്രിയാണ് നല്ല, ഏതാണ് സിലബസ്, സിമ്പിളായ സിലബസ്, എവിടെയൊക്കെ എക്സാം സെന്റേഴ്സ് ഉണ്ട്, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ, ഡിസഡ്വാൻറ്റേജ് എന്താ, എല്ലാം മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ യൂണിവേഴ്സിറ്റി അറിഞ്ഞു പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് പറഞ്ഞല്ലോ, പല ഗവൺമെന്റ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടന്റ് ആണ്. പല പ്രൈവറ്റ് ജോബിനാണെങ്കിലും സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ഡിഗ്രി ഇല്ലാത്ത ആളുകൾ പെട്ടു. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ വലിയ വലിയ കോഴ്സുകൾക്കും എല്ലാത്തിനും ഇത് ആവശ്യം വരുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു സംഭവമാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട, യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിലൊന്നാണ് കായികോത്സവം ഉണ്ട്, കലോത്സവം ഉണ്ട്, പിന്നെ ഓണപരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട്, ഇടയ്ക്ക് സ്റ്റുഡൻസ് ഒക്കെ കൂടി ട്രിപ്പ് പോകാറുണ്ട്. അപ്പൊ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഗുലറിന് ഒരു ഫീൽ കിട്ടും. കാരണം ഇഗ്നോ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അടിപൊളി യൂണിവേഴ്സിറ്റി തന്നെയാണ്. ബട്ട് അത് പാൻ ഇന്ത്യ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം സപ്പോർട്ട് ഇല്ലായ്മ, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടാവും. ബട്ട് ഇത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കേരളത്തിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ? കാരണം ഇവിടെ പഠിക്കണൊക്കെ കാര്യത്തിന് കുട്ടികളാണ്. ഇപ്പൊ എന്റെ നാട്ടില് നെഹ്റു കോളേജ് എടുത്തു കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് ചുറ്റുഭാഗത്തുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യുക, അവിടെയുള്ള ആൾക്കാരെ പരിചയപ്പെടുക, എനിക്ക് ക്ലാസ്സിന് മുമ്പ് പരിചയപ്പെടുക, ഓണപരിപാടി വെക്കുമ്പോൾ ഇവരൊക്കെ വരിക, കായികോത്സവം ഉണ്ടാകുമ്പോൾ ഇവരെയൊക്കെ കാണുക, കലോത്സവത്തിന് ഇവരെയൊക്കെ കാണുക.
ഇങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്തിലേക്കുണ്ട്, ഈ ഒരു യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പം അതാണ് ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ സാധനം, എക്സാം നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ലേണിംഗ് സെന്റേഴ്സും എക്സാം സെന്റേഴ്സും കാര്യങ്ങളുണ്ട്. പിന്നെ എന്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുത്തിട്ട് പ്രശ്നം സോൾവ് ചെയ്ത് തരും. അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അല്ലാതെ ഇഗ്നോയിലാകുമ്പോൾ ആ സപ്പോർട്ട് ഇഷ്യൂ ഒക്കെ ഭയങ്കര ഉണ്ട്. പിന്നെ നമ്മളിപ്പം നമ്മുടെ അക്കാഡമിയിൽ നിങ്ങളിപ്പം നിങ്ങളുടെ ഫ്രണ്ട്സും അവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു സംഭവമാണ്, നമ്മുടെ പാരന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം ശരിക്കും അവര് പൈസ ഇല്ലായിട്ടോ ഫാമിലിയെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഗൾഫ് കയറി പോവാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കിന് വേണ്ടിയോ പഠനം കംപ്ലീറ്റ് ചെയ്യാണ്ട്. ശരിക്കും ഇവർക്ക് ആഗ്രഹമില്ലായിട്ടല്ല, ഇവര് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കഷ്ടപ്പെടുന്നത്. അപ്പം നമ്മളിപ്പം പാരന്റ്സിന് മക്കള്, നമ്മൾ കുറെ പാരന്റ്സ് 65 വയസ്സുകളിലേക്ക് നമ്മൾ ചിലപ്പോൾ പഠിക്കേണ്ടത്. അപ്പം അവരെ നോക്കിയപ്പോൾ അവരുടെ മക്കളൊക്കെ ഭയങ്കര പഠിച്ച മക്കളാണ്. അപ്പൊ ഈ മക്കള് ഇവരോട് പറയണം, അമ്മയെ നിങ്ങൾ പോയി ഈ അഡ്മിഷൻ എടുക്ക്, അടിപൊളിയായിരിക്കും, ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്ക്, ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മതി, എക്സാം എഴുതുക, അവിടെ കുറെ ആൾക്കാരെ പരിചയപ്പെടുക, പണ്ടത്തെ ആ ഒരു ഓർമ്മകളിലേക്ക് എത്തുക. പിന്നെ എക്സാം പാസ്സാണ് സമയത്ത് വീട്ടിലൊരു പരിപാടിയൊക്കെ. അപ്പൊ അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു ഹാപ്പിനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മക്കളായിട്ടുള്ള ആൾക്കാർ പറയാനുള്ളത്, നമ്മളെ പാരന്റ്സിനെയും കൂടെ നമ്മൾ ഇതുപോലെയുള്ള കോഴ്സുകളൊക്കെ പഠിപ്പിച്ച് സെറ്റാക്കാൻ നോക്കുക. സോ അപ്പം ഇതൊക്കെയാണ് ഓവറോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ആ ഒരു ഹാപ്പിനെസ് എടുക്കുക, കായികോത്സവത്തിന് പങ്കെടുക്കുക, കലോത്സവത്തിന് പങ്കെടുക്കുക, നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ കുറെ നമ്മള് സെന്റേഴ്സിന്റെ അൺഒഫീഷ്യൽ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്കോളർഡിന് ഉണ്ടാവും, യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാവും, ഓരോ സെന്റേഴ്സിനും. പിന്നെ അൺഒഫീഷ്യൽ ഗ്രൂപ്പ് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക്. അതിലൊക്കെ ജസ്റ്റ് ഡിസ്കഷൻസ്, പരിചയപ്പെടൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ ഇതൊക്കെയാണ് ഓവറോൾ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഇപ്പൊ സ്കോളർഡ് കൊടുക്കണ നമ്മൾ പറഞ്ഞ 6 കോഴ്സുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ: BCom, BBA, BE, BA മലയാളം, BSc, BA സോഷ്യോളജി. നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, റെഫർ ചെയ്യുക. ഫാമിലീസിൽ ആരെങ്കിലും വേണമെങ്കിൽ റെഫർ ചെയ്യുക. സോ ബാക്കി നമുക്ക് പഠിച്ച് സെറ്റാക്കി നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്കാരെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ ഗോള്. നമ്മളതിൽ പഠിച്ച് 90% കൂടുതൽ മാർക്ക് കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്. ഇതുവരെ കഴിഞ്ഞ സെമസ്റ്ററിലൊന്നും ഇതുവരെ ഒരാൾ പോലും ഫെയിലായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ റീഫണ്ട് ഓപ്ഷൻ പറയുന്നത്. 80% നിങ്ങൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിലായി കഴിഞ്ഞാൽ റീഫണ്ട് വരും. ബിക്കോസ് നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു എങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കും. സോ അങ്ങനെ ഒരാൾ ഇതുവരെ ഫെയിലായിട്ടില്ല, അങ്ങനെ ഫെയിലാവില്ല എന്നുള്ള ഉറപ്പുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഓഫർ പറയുന്നത്. ഇനി ഇൻ കേസ് നിങ്ങൾ ഫെയിലായി നമ്മൾ ആ റീഫണ്ട് ചെയ്യാൻ ഓക്കെയാണ്. സോ അപ്പം എല്ലാവരും നല്ല പഠിക്കുക, നമുക്ക് ഡിഗ്രി എടുത്ത് നമുക്കൊരു കോൺവെക്കേഷൻ ഒക്കെ വെച്ച് എല്ലാവരും ഒരുമിച്ച് കാണാൻ പരിചയപ്പെടാം. ബൈ.